എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 46, ശ്ലോകം 16, 17, 18, 19, 20, 21, 22, 23, 24 9 ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. ആ ഉദ്ധവനെ വേണ്ട പോലെ സൽക്കരിച്ചിരുത്തിയതിനു ശേഷം വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാണ് നന്ദഗോപര്. വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ചോദിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. കച്ചിദംഗ മഹാഭാഗ സഖാന ശൂരനന്ദന ആസ്തേ കുശല്യവത്യാദ്യൈ യുക്തോ മുക്ത സുഹൃദ്വൃത. ഭഗവാനായ ശ്രീകൃഷ്ണന്റെ പരമസുഹൃത്തായ ഹേ അഗ്രഗണ്യ എന്നാണ് വിളിക്കുന്നത്. ഹേ പൂജ്യ, വ്രജവാസികളായ ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട ആ വസുദേവര് കംസന്റെ കാരാഗ്രഹത്തിൽ നിന്ന് മുക്തനായല്ലോ. ഇപ്പൊ പുത്രമിത്രാദി എല്ലാവരോടും കൂടിയിട്ട് സുഖമായിട്ടിരിക്കണില്ലേ? അദ്ദേഹത്തിന് സുഖാണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുക. എത്ര കാലമായിട്ട് അദ്ദേഹം അല്ലേ കംസന്റെ കാരാഗ്രഹത്തില് കിടക്കണു. ഇപ്പൊ അദ്ദേഹത്തിന് നല്ല സുഖം തന്നെയല്ലേ? ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ദിഷ്ട്യാ കംസോ ഹതപാപ സാനുഗസ്വേന പാപ്മന സാധൂനാം ധർമ്മശീലാനാം യദൂനാം ദ്വേഷ്ടിയ സദാ. പരോപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നവരും ധർമ്മത്തിൽ നിന്ന് ലേശവും തെറ്റാതെ നടക്കുന്നവരുമായ യദുക്കളെ എപ്പോഴും ദേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലോക പാപിയായ കംസൻ. പിന്നെ അവന്റെ ആൾക്കാരായിട്ടുള്ള മല്ലന്മാര്, അവരെയൊക്കെ ശ്രീകൃഷ്ണൻ ഹനിച്ചത് വളരെ ഭാഗ്യായി. ശ്രീകൃഷ്ണൻ ഭഗവാന് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അവന്റെ പാപം തന്നെയാണ് അവനെ ഇങ്ങനെ ഒരു മരണത്തിന് ഇടയാക്കിയത് പറയാണ്. സാധുക്കളെ ദ്രോഹിച്ചാൽ നാശമല്ലാതെ ഗുണം വല്ലതും ഉണ്ടാവോ? പിന്നെതാ ഭഗവാനെ കണ്ണനെ പറ്റി ഇങ്ങനെ ചോദിക്കാണ്. അവരുടെ പ്രിയപ്പെട്ട ഉണ്ണി പോയിട്ട് അവർക്ക് എന്താ ഒരു സുഖമുള്ളല്ലേ നന്ദഗോപർക്ക് യശോദയ്ക്ക്. അഭിസ്മരതി ന കൃഷ്ണോ മാതരം സുഹൃദ സഖി ഗോപാൻ വ്രജം ച ആത്മനാഥം ഗാവോ വൃന്ദാവനം ഗിരി. ഞങ്ങൾക്ക് ഏറ്റവും ആനന്ദം തന്നുകൊണ്ട് അമ്മയായിട്ടുള്ള യശോദയും ഞങ്ങളെ എല്ലാവരെയും അങ്ങനെ സ്നേഹം കൊണ്ട് മൂടിയ ആ കൃഷ്ണൻ പിന്നെ പിരിയാതെ ഒരുമിച്ച് സുഖദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് ആ സ്നേഹിതന്മാരായിട്ടുള്ള ഗോപന്മാരെയും ഈ ഗോകുലത്തെയും കണ്ണൻ മറന്നു. കണ്ണന്റെ ആ പശുക്കള് ബേന്ന് വിളിച്ച് കണ്ണനെ കാണാതെ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ ഉദ്ധവ. അങ്ങനെ കണ്ണീരൊഴുക്കിക്കൊണ്ട് നിൽക്കണം കാണുമ്പോൾ സഹിക്കണില്ലേ ഉദ്ധവ? ആ പശുക്കളുടെ നിൽപ്പ് കണ്ട് അവരെ കാണാനായിട്ട് വരുമോ? കണ്ണൻ ഓർക്കാറുണ്ടോ? പശുക്കളുടെ കാര്യമൊക്കെ പറയാറുണ്ടോ? ക്രീഡാസ്ഥാനമായ ആ വൃന്ദാവനത്തെ കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച ആ ഗോവർദ്ധനഗിരിയെ ഒക്കെ കൃഷ്ണൻ ഓർക്കാറുണ്ടോ? ഉദ്ധവനോട് എന്തെങ്കിലും പറയാറുണ്ടോ? അപ്യായാസതി ഗോവിന്ദ സുജനാൻ സഹൃദീക്ഷിതും തർഹി ദ്രക്ഷ്യാമതത്പക്ത്രം സുനസം സുസ്മിതക്ഷണം. സ്വജനങ്ങളായ ഞങ്ങളെ കാണാൻ ഒരിക്കലെങ്കിലും കൃഷ്ണൻ വരാൻ വിചാരിക്കുന്നുണ്ടോ? വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി ഉദ്ധവ. കൃഷ്ണൻ വന്നാൽ ആ മുഖം ഒന്ന് കാണാലോ. ഭംഗിയുള്ള ആ മുഖം, ആ മൂക്ക്, മന്ദഹാസം, ആ നോട്ടം, ഇതൊക്കെ ഒരു തവണ കാണാൻ ഞങ്ങൾക്ക് മോഹമുണ്ട്. കാണാത്തത് കൊണ്ട് ഞങ്ങളിതാ വളരെ വിഷമിക്കുന്നുണ്ട് ഉത്തവ. താവാഗ്നേർവാദവർഷാച്ച വൃഷസർപ്പാച്ച രക്ഷിത ദുരത്യയേഭ്യോ മൃത്യുഭ്യ കൃഷ്ണേന സുമഹാത്മന. ഭഗവാൻ ചെയ്തിട്ടുള്ള ഓരോരോ ലീലകള് അങ്ങനെ ആലോചിച്ചിങ്ങനെ പറയാണ് നന്ദഗോപരൻ. ഹേ ഉദ്ധവ, കൃഷ്ണൻ ഞങ്ങളെ പല സങ്കടങ്ങളിൽ നിന്നും പല തവണയും രക്ഷിച്ചിട്ടുണ്ട്. കാട്ടുതീയില അകപ്പെട്ട് നശിക്കാൻ തുടങ്ങിയപ്പോ അതിൽ നിന്ന് രക്ഷിച്ചു. ഇന്ദ്രൻ ക്രോധിച്ച് ആ ഗോകുലത്തെ നശിപ്പിക്കാൻ വേണ്ടിയ കൊടുങ്കാറ്റും ഘോര മഴയൊക്കെ ഉണ്ടാക്കിയില്ലേ, അതിൽ നിന്ന് രക്ഷിച്ചു.
ഒരു ചെറു വിരല് കൊണ്ട് ആ ഗോവർദ്ധന പർവ്വതം പൊക്കി പിടിച്ചിട്ട് 7 ദിവസമല്ലേ കൃഷ്ണൻ നിന്നത്. ആ ഗോകുലം മുഴുവൻ എല്ലാവരെയും രക്ഷിച്ചില്ലേ. അരിഷ്ടാസുരൻ, കാളിയൻ എന്ന് വേണ്ട, പറഞ്ഞാ തീരാത്ത എത്രയെത്ര അസുരന്മാരാ വന്നത്. അവരെ എല്ലാം ഹനിച്ച് മഹാസങ്കടങ്ങളിൽ നിന്നും ആ മഹാത്മാവായ കൃഷ്ണൻ ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചു. സ്മരതാം കൃഷ്ണവീര്യാണി ലീലാപാംഗനിരീക്ഷിതം ഹസിതം ഭാഷിതം ജാംഗ സർവാന ശിഥിലാക്രിയാ. ശ്രീകൃഷ്ണ ഭക്തനല്ലേ അങ്ങ്, അങ്ങേർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവൂലോ. പറയാണ്, ഹേ ഉദ്ധവ, കൃഷ്ണൻ കാട്ടിയിരിക്കുന്ന ആ മഹാവീര്യ അതിശയങ്ങളെയും വിനോദങ്ങളെയും ഒക്കെ, ആ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങളെയും മന്ദഹാസങ്ങളെയും സംഭാഷണങ്ങളെയും ഓർത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങള് കുളിക്കാനോ എന്തെങ്കിലും പ്രവർത്തിക്കാനോ ഒന്നും സാധിക്കാതെ ഒരു ഉത്സാഹമില്ലാതെ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിനൊന്നും ഒരു ഉത്സാഹം തോന്നുന്നു. കുളിക്കാനും തോന്നുന്നില്ല, ഭക്ഷണം കഴിക്കാനും തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്ങനെയൊക്കെ കുളിക്കാണ്ട് വയ്യല്ലോ വെച്ചിട്ട് ഇങ്ങനെ കുളിക്കും, ഉണ്ണും, ഭക്ഷണം കഴിക്കും. ഇതൊന്നും അങ്ങനെ ഒരു കർമ്മം പോലെ അങ്ങനെ ചെയ്യുന്നല്ലാതെ വിചാരപൂർവ്വം എപ്പോഴും ആ കൃഷ്ണന്റെ വിചാരം തന്നെയാണ് ഞങ്ങൾക്ക് ഉത്തമം. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. യശോദയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ എത്ര ദിവസമായി നിശ്ചയം, ഇടയ്ക്ക് നിർബന്ധിച്ച് വായിലിങ്ങനെ ഞാൻ കൊടുക്കുകയാണ് ചെയ്യണത് എന്നൊക്കെ പറയുന്നുണ്ട് നന്ദഗോപുരം. സരിച്ചൈലവനോദ്ദേശാൻ കുന്ദപദഭൂഷിതാൻ ആക്രീഡാനീക്ഷമാണാനാം മനോയാതി തദാത്മതാം. ഗൃഹത്തിൽ തന്നെ ഇരിക്കുമ്പോൾ ആ കൃഷ്ണനെ പറ്റി തന്നെ വിചാരം ഉണ്ടാവും. അപ്പോൾ കാട്ടിൽ പോയിട്ട് എന്നാ പശുവിനെ മേയ്ക്കാൻ പോകുമ്പോൾ ഇവര് പോകുമ്പോൾ ഒപ്പം പോവാം എന്ന് വിചാരിച്ചാലോ. അപ്പൊ അതുകൊണ്ട് അധികം ആവുകയല്ലാണ്ട് കുറയല്ല ചെയ്യണത് ഉത്തവ. അവിടെ പോയ കൂടുക ചെയ്യണത്. യമുന കാണുമ്പോൾ കാളിയമർദ്ദനം അത് തോന്നും. അത് സ്മരിക്കാതിരിക്കാൻ പറ്റുമോ? പശുക്കളെ മേയ്ക്കാൻ വൃന്ദാവനത്തിലും ഗോവർദ്ധന പർവ്വതത്തിലും ഒക്കെ പോകുമ്പോൾ കൃഷ്ണന്റെ ആ കാലടികൾ ആ പ്രദേശത്തെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ കളിച്ചതായ ആ സ്ഥലങ്ങളെ കാണുമ്പോൾ അവരുടെ എല്ലാം മനസ്സ് കൃഷ്ണന് തന്നെ അല്ലെ. അങ്ങനെ ഇരിക്കെ കൃഷ്ണനെ പിരിയാതിരുന്ന ഞങ്ങളുടെ മനസ്സ് ആ പ്രദേശങ്ങൾ കാണുമ്പോൾ കൃഷ്ണരൂപമായിട്ട് തന്നെ ഭവിക്കണമെന്ന് പറയാതിരിക്കാൻ പറ്റും? അങ്ങനെ അല്ലാതെ എങ്ങനെയാ? ഞങ്ങൾക്ക് കൃഷ്ണനെ പിരിഞ്ഞ് കൃഷ്ണന്റെ സ്മരണ ഇല്ലാതെ ഒരു നിമിഷം പോലും ഇല്ല ഉദ്ധവ. മന്യേ കൃഷ്ണം ച രാമം ച പ്രാപ്താ വികസുരോത്തമൗ സുരാണാം മഹദർത്ഥായ ഗർഗസ്യ വചനം യഥ. കൃഷ്ണനും ബലരാമനും കാട്ടിയ അത്ഭുത കർമ്മങ്ങള് ഒക്കെ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ അവര് സാധാരണ മനുഷ്യരാണെന്ന് തോന്നണില്ല. ഈ ലോകത്തിലുള്ള അധാർമികരായ ദുർജനങ്ങളെ സംഹരിച്ച് യാഗാദി ധർമ്മകാര്യങ്ങൾ ഉറപ്പിച്ച് ദേവന്മാർക്കും ഇഹത്തിലുമുള്ള സജ്ജനങ്ങൾക്കും ആനന്ദം നൽകാൻ വേണ്ടി അവതരിച്ച ദേവശ്രേഷ്ഠന്മാരാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കണമെന്ന് പറയും നന്ദഗോപുരം. അപ്പൊ അന്നൊന്നും ഇങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങളുടെ കൃഷ്ണൻ, എന്റെ കണ്ണൻ, അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ആ സൂക്ഷ്മജ്ഞാനമുള്ള ഗർഗ മഹർഷി നാമകരണത്തിന് വന്നപ്പോ എന്നോട് അങ്ങനെ സൂചിപ്പിച്ചത് പറഞ്ഞു. ഈശ്വരൻ തന്നെയാണെന്ന് അങ്ങോട്ട് പറഞ്ഞില്ല എന്നുള്ളൂ. ഈശ്വരൻ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞത് ഇപ്പൊ സത്യമാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി. ഈശ്വരൻ തന്നെയാണ്. കംസം നാഗായുധ പ്രാണം മല്ലൗ ഗജപതിം തഥാ അവധിഷ്ഠാം ലീലയൈവ പശൂനിവ മൃഗാധിപ. ഗർഗൻ മഹർഷി സ്പഷ്ടമായിട്ടൊന്നും പറഞ്ഞില്ല, സൂചിപ്പിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അവതാര പുരുഷന്മാരാണെന്ന് അപ്പോ അത് തോന്നിയില്ല വെച്ചാലും ഇപ്പൊ നല്ലോണം തോന്നുന്നുണ്ട് എന്ന് പറയാം. രാമകൃഷ്ണന്മാര് ചെയ്തിരിക്കുന്ന പ്രവൃത്തികള് അവരുടെ പ്രായത്തിലുള്ള മനുഷ്യബാലന്മാർക്കും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മനസ്സിലാക്കാലോ അവര് അവതാര പുരുഷന്മാര് തന്നെ. ഇത്ര ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 10,000 ആനകൾക്കുള്ള ബലം കംസനുണ്ട്. ചാണൂരൻ, മുഷ്ടികൻ എന്ന 2 മല്ലന്മാര് മഹാവീരന്മാര്. കുവലയാപീഠം എന്ന ഒരു ആനയ്ക്ക് 1000 ആനകളുടെ ബലമുണ്ട്.
ഇവരെ എല്ലാം ഈ ശ്രീകൃഷ്ണ ബലരാമന്മാര് ഒരു പ്രയാസം കൂടാതെ നേരം പോക്കായിട്ട് പോലെ കൊന്നിടും. ഇതൊക്കെ അവരുടെ അമാനുഷിക വൈഭവത്തെ പ്രത്യക്ഷമായിട്ട് കാട്ടിത്തരണതല്ലേ. ഇപ്പോഴാണത് എനിക്കൊക്കെ മനസ്സിലാവണത് ആലോചിക്കുമ്പോൾ എന്ന് പറയുന്നു നന്ദഗോപൻ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.